ഹലോ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻ കണക്റ്റിംഗ് ഫൈ ആൻഡ് മ്യൂ എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു തിയറമാണ്. അത് കണക്ട് ചെയ്യുന്ന ഒരു തിയറം. ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വി ഹാവ് ഫൈ ഓഫ് n ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് മ്യൂ ഓഫ് ഡി n ബൈ ഡി. ഇതാണ് നമ്മുടെ തിയറം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൂഫാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കാദ്യം എന്താ ചെയ്യേണ്ടത്? ഫൈ ഓഫ് എന്നും മ്യൂ ഓഫ് ഡിയും തമ്മിലുള്ള കണക്ഷനാണ് ഇതിൽ പറയുന്നത്. നമ്മളാദ്യം ഡെഫിനേഷൻ ഓഫ് ഫൈ എടുക്കണം. ബൈ ഡെഫിനേഷൻ ഓഫ് ഫൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു നമുക്കറിയാം സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1 ബൈ ജി സി ഡി ഓഫ് എൻ കോമ കെ എന്നുള്ളതാണ് നമ്മുടെ ഫൈൻ്റെ ഡെഫിനേഷൻ. സോ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n സമ്മേഷൻ മ്യൂ ഓഫ് ഡി ഡിവൈഡ്സ് ജി സി ഡി ഓഫ് എൻ കോമ കെ മ്യൂ ഓഫ് ഡി എന്ന് കിട്ടും. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തിയറം ഉണ്ടല്ലോ, ഫസ്റ്റ് തിയറം, നമ്മുടെ മ്യൂ ഓഫ് ഡീൻ്റെ തിയറം, മ്യൂ ഓഫ് എന്നിൻ്റെ തിയറം, അത് വെച്ചിട്ടാണ് സമ്മേഷൻ ഡി ഡിവൈഡ്സ് മ്യൂ ഓഫ് എൻ മ്യൂ ഓഫ് ഡി ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1 ബൈ n ആണ് തിയറം വെച്ചിട്ട്. ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 ബൈ എൻ കെ എന്നുള്ളതായതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം? സമ്മേഷൻ ഡി ഡിവൈഡ്സ് നമുക്കിവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? ജി സി ഡി ഓഫ് എൻ കോമ കെ എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ ജി സി ഡി ഓഫ് എൻ കോമ കെ എന്ന് എഴുതി മ്യൂ ഓഫ് ഡി എന്ന് കിട്ടും. സോ നമുക്ക് ആ ഭാഗത്ത് ഇതിനെ വെച്ചിട്ട് റിപ്ലേസ് ചെയ്യാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ഡി സമ്മേഷൻ ഇതിൽ എന്നും ഡി ഡിവൈഡ്സ് എൻ ഡി ഡിവൈഡ്സ് കെ രണ്ട് ഭാഗങ്ങളുണ്ട്. സോ രണ്ടാക്കിയിട്ട് ഇതാണ് ഡി ഡിവൈഡ്സ് എൻ ആൻഡ് ഡി ഡിവൈഡ്സ് കെ ഉണ്ട് ഇൻറ്റു മ്യൂ ഓഫ് ഡി എന്ന് കിട്ടും. ഇറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ സെപ്പറേറ്റ് ആയിട്ട് സമ്മേഷൻ ഇട്ട് കൊടുക്കുകയാണ്. സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ സമ്മേഷൻ ഡി ഡിവൈഡ്സ് കെ മ്യൂ ഓഫ് ഡി എന്നുള്ളത് വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എന്നിനെ നമുക്ക് പുറത്തെടുക്കാം. മറ്റേത് കെ ഉള്ളതാണല്ലോ. സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n സമ്മേഷൻ ഡി ഡിവൈഡ്സ് കെ മ്യൂ ഓഫ് ഡി എന്ന് പറയും. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നിടാം. ഇവിടെ ഡി ഡിവൈഡ്സ് കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കെ റൺസ് ഓവർ മൾട്ടിപ്പിൾസ് ഓഫ് ഡി അപ് ടു n വരെയുള്ള കേസിനെ നമ്മൾ റൺസ് ചെയ്യുന്നതിന് മൾട്ടിപ്പിൾസ് ടൈംസ് നമ്മൾ റൺ ചെയ്യുന്നതിനാണ് ഡി ഡിവൈഡ്സ് കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? എൻ ബൈ ഡി. സോ എൻ ബൈ ഡി എന്ന് പറയുന്നത് കെ എൻ ഉണ്ടാവുമെന്ന് കിട്ടും. സോ കേസ് എത്ര എണ്ണം ഉണ്ടാവുമെന്ന് കിട്ടും? എൻ ബൈ ഡി എണ്ണം ഉണ്ടാവുമെന്ന് കിട്ടും. സോ സമ്മേഷൻ ഡി ഡിവൈഡ്സ് കെ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എൻ ബൈ ഡി എന്ന് കിട്ടും. സോ നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഫൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ ബ്രാക്കറ്റിൽ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n സമ്മേഷൻ ഡി ഡിവൈഡ്സ് കെ മ്യൂ ഓഫ് ഡി എന്നുള്ളതായിരുന്നു. സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഫൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ സമ്മേഷൻ ഡി ഡിവൈഡ്സ് കെ ഡി ഡിവൈഡ്സ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n സമ്മേഷൻ ഡി ഡിവൈഡ്സ് കെ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്തെടുത്തത്? സമ്മേഷൻ ഡി ഡിവൈഡ്സ് കെ ഇൻറ്റു 1 എന്ന് പറയുന്നത്. കാരണം കെ ഈക്വൽ ടു 1 to n അത്രയും സമയം 1 to n ടൈംസ് എന്ന് പറയുന്നതാണല്ലോ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ നമുക്ക് സമ്മേഷൻ ഡിവൈഡ്സ് കെ ഇൻറ്റു 1 എന്ന് എഴുതാം, ഇൻറ്റു മ്യൂ ഓഫ് ഡി എന്ന് എഴുതാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് ഡി ഇൻറ്റു ഇവിടെ സമ്മേഷൻ ഡി ഡിവൈഡ്സ് കെ ഇൻറ്റു 1 എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു എൻ ഡിവൈഡ് ബൈ ഡി ആണ്. സോ നമുക്ക് കിട്ടി. ഹെൻസ് ദ പ്രൂഫായി. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് ഡി ആർ ദർ ഇൻ ദ സെറ്റ് 1 2 3 എക്സെട്ര n എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര മൾട്ടിപ്പിൾസ് ഓഫ് ഡീസ് ഉണ്ട് 1 to n എന്ന് പറയുന്ന സെറ്റിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 to n വരെയുള്ള സെറ്റിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത സെറ്റിനെ കെ വെച്ചിട്ട് കെ വരെയുള്ള സംഖ്യയായിട്ട് ഇതാണ്. അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന ഇതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തതാണ്? ഫോർ സം ക്യൂവിന്
കെ ഈക്വൽ ടു ക്യൂ ഡി എന്നുള്ളത് ഫോർ സം ക്യൂവിൽ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇംപ്ലൈസ് ഇവിടെ 1ന് പകരം നമ്മൾ 0 എടുക്കുകയാണ്. എന്നിട്ട് 0 ലെസ് ദാൻ ആക്കുകയാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലല്ലോ, ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. വിച്ച് ഇംപ്ലൈസ് നമുക്കെന്ത് കിട്ടും? ഡീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും ഡീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് 0/d എന്ന് കിട്ടും. k/d 0/d ലെസ് ദാൻ k/d ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/d എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് നമുക്ക് 0/d എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ലെസ് ദാൻ 0 ലെസ് ദാൻ k/d ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/d എന്ന് കിട്ടും. ഇനി k ഈക്വൽ ടു ക്യൂ ഡി ആണല്ലോ. സോ നമുക്ക് കെനെ ഡീനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ക്യൂ ഡീനെ നമുക്ക് ഡീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യൂ എന്ന് കിട്ടും. k/d ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടും. ഇനി ഇത് നമ്മളിതിലിട്ട് കൊടുക്കുകയാണ്. 0 ലെസ് ദാൻ k/d കൊടുത്ത് ക്യൂ ഇട്ട് കൊടുത്തു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/d എന്ന് കിട്ടി. സോ നമുക്ക് 1 ആക്കുകയാണെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/d എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ സെറ്റ് 1 to n ആണല്ലോ. 1 2 3 എക്സെട്ര n എന്നുള്ളതാണല്ലോ. അതെല്ലാം n/d നമ്പേഴ്സോ വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് d ആണെന്ന് കിട്ടും. അത്രയും നമ്പേഴ്സ് n/d നമ്പേഴ്സ് എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് d ആണ്. ഈ സെറ്റിൽ n/d നമ്പേഴ്സ് മൾട്ടിപ്പിൾസ് ഓഫ് d ആണെന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്പിൾസ് ഓഫ് d എന്ന് പറഞ്ഞാൽ സെറ്റ് d 2d 3d എക്സെട്ര n/d d എന്ന് കിട്ടും. n/d ടൈംസ് d ഉണ്ടാകുമെന്ന് കിട്ടും. സോ നമ്മൾ ഇത് തിയറം റിലേഷൻ ഫൈ ആൻഡ് മ്യൂലർ തിയറം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫൈ ഓഫ് n ഇസ് ഈക്വൽ ടു സമ്മേഷൻ d ഡിവൈഡ്സ് n മ്യൂ ഓഫ് d എന്ന് പറയുന്നത് n/d ടൈംസ് ഉണ്ട് എന്ന് പറയാം. അതിൻ്റെ പ്രൂഫും കൂടി ഇതുവഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ്.